നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ കഴിഞ്ഞ ആഴ്ച അല്ലേ? അതല്ലേ ചോദ്യം. അടിപൊളി. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ വർക്ക് ചെയ്തത് അത് സെറ്റായി. ഇനി ഇവിടുന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നു. കഴിഞ്ഞതിൽ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇനി പെർഫോമൻസ് അപ്ഡേറ്റ്സ് എല്ലാ വീക്കിലും ഉണ്ടാവും. വെദർ ഇറ്റ് ലോസ് ഓഫ് പ്രോഫിറ്റ്സ് എന്തിനേലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഡ് ടൈംസ് കഴിഞ്ഞു. നമ്മൾ എന്തിനാണോ നമ്മൾ കിടന്ന് ട്രൈ ചെയ്തിരുന്നത്, എവിടേക്കെത്താനാണ് നമ്മൾ ഇത്രയധികം വർക്ക് ചെയ്തിരുന്നത്, അത് എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നോർമലി മാർക്കറ്റിൻ്റെ കൂടെ പോകാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇനിയും അതിൻ്റെ ഒരു അൻറ്റയർ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് ക്യാപ്ചർ ചെയ്യാന്നൊരു സംഭവമുണ്ട്. അടുത്ത റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിലാണ്. അത് തീർച്ചയായിട്ടും എത്തിയിരിക്കും. എത്രയും വേഗം, മേ ബി ഷോർട്ട് പീരീഡ്, ഈ ഒരു മാസം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നിഫ്റ്റി ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനി കൈൻഡ് ഓഫ് മാർക്കറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രോബ്ലംസ് എല്ലാ ആളുകൾക്കും എല്ലാ സമയത്തും വരും. നമ്മൾ ഇന്നലെ വരെ നമ്മളൊരു കംഫർട്ട് സോണിലായിരുന്നു, പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് വീണു, പിന്നെ തിരിച്ച് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെസ്പാവില്ല ചെയ്യുക, നമ്മൾ അതിൽ വീണ്ടും മൂവ് ഓൺ അല്ലേ? അതിൽ നിന്ന് എങ്ങനെ നമ്മൾ എത്രയും സ്പീഡിൽ നമ്മൾ തിരിച്ചെഴുന്നേൽക്കുന്നു, അവിടെയാണ് നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞ സാധനം ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് സക്സസിനെ കുറിച്ച് ലെക്ചർ ചെയ്യാൻ സാധിക്കുന്നു റീസൺ തന്നെ ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലേ പറയാൻ പറ്റുമോ? ഇവിടെ ചില ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ആളുകളുടെ യൂട്യൂബ് ചാനൽസ് നോക്കി അറിയാം. ടോട്ടൽ വീഡിയോ നമ്പേഴ്സ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 300. അതിൽ 240 വീഡിയോ സംതിങ് റിഗാർഡിങ് എന്താ പറയുക സ്ട്രാറ്റജീസാണ്. എവറി ഡേ അവർ വീഡിയോ ചെയ്യുന്നതന്നെ പുതിയ സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണ്ടേ? തമാശയുടെ എടുത്താൽ മതി, അവരെ കുറ്റം പറയുന്നില്ല. ചിന്തിക്ക്, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നേ. നമ്മൾ ഒരു മാർക്കറ്റിൽ ഒരു 300 സ്ട്രാറ്റജി അല്ലെങ്കിൽ 250 സ്ട്രാറ്റജി പഠിപ്പിച്ചിട്ട് ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്രാഫ് എടുത്ത് വെച്ചിട്ട് ഞാൻ പറയാണ്, കണ്ടില്ലേ മാർക്കറ്റ് വർക്ക് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളുടെ 198 198 സ്ട്രാറ്റജിയാണെന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? എക്സാക്ട്ലി നമ്മൾ ആ പഠിപ്പിച്ച മാതിരി തന്നെ വർക്ക് ചെയ്ത്. കണ്ടില്ലേ? മാർക്കറ്റ് പോയിട്ട് കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇത് കണ്ട, നിങ്ങൾ ആ 198 സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസീവ് മണി കിട്ടിയാണ്. കണ്ടില്ലേ? എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു 198 ഗോയിങ് ടു വർക്ക് എന്നുള്ളത്? ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ബോധം വിവരമൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചു. 250 സ്ട്രാറ്റജി മൊത്തം പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി ഞാൻ എല്ലാ ദിവസവും ഗ്രാഫ് എടുത്ത് വെക്കും, ഞാൻ വീഡിയോ ചെയ്യും. എന്നിട്ട് ഞാൻ പറയും ഇന്ന് വർക്ക് ചെയ്ത് 11ാമത്തെ സ്ട്രാറ്റജി. നെക്സ്റ്റ് ഡേ ഞാൻ പറയും ഇന്ന് വർക്ക് ചെയ്ത് 27ാമത്തെ സ്ട്രാറ്റജി. നെക്സ്റ്റ് ഞാൻ വീഡിയോ വെച്ചിട്ട് പറയും ഇന്ന് വർക്ക് ചെയ്ത് 113ാമത്തെ സ്ട്രാറ്റജി. ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. ഇനി ഈ പഠിപ്പിക്കുന്ന ആളുകളും നമ്മൾ ടീമും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നൊരു ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ടും, ഇല്ലേ? പറയണ്ടേ? ഡിഫറൻഷ്യേറ്റ് ചെയ്യണ്ട നമുക്ക്. ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ മോർണിംഗ് 9:30 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മൾ നമ്പേഴ്സ് തരും. ബൈ ദിസ് നമ്പേഴ്സ് നോട്ട് നമ്പർ തരും. വെയിറ്റ് പറയാട്ടോ, ഹോൾഡ് ഓൺ. CRP തന്നിട്ടുണ്ട്, സ്ട്രൈക്ക് തന്നിട്ടുണ്ട്, എടുക്കേണ്ട വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ടാർഗറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ടാർഗറ്റ് ഉണ്ടാവില്ല. വെയിറ്റ്. ഇനി നിങ്ങൾ മൊബൈലിൽ നിന്ന് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഗ്രാഫായിട്ട് ഒരു ബന്ധമില്ല, ഒന്നും നോക്കാൻ പറ്റില്ല. നിങ്ങൾ മൊബൈലിൽ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും ആക്റ്റീവ്, അതായത് ട്രേഡ് ചാലുവായി പഞ്ച്. അപ്പോൾ ചിലപ്പോൾ ട്രേഡ് വേറെ ഏതെങ്കിലും പ്രൈസിലായിരിക്കും. നിങ്ങൾ നേരെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു, പാക്കറ്റ് ഓർഡറാണ്, സ്റ്റോപ്പ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഇമേജിനറി ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ പഞ്ച് ചെയ്തു. ടെൻഷൻ ഗോൺ. മാർക്കറ്റ് എപ്പോഴെങ്കിലും വന്ന് നിങ്ങളെ പ്രൈസ് പിക്ക് ചെയ്യും. ബൈ ഓർഡർ ഫില്ലായി, ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് പ്ലേസ്ഡ് ആൻഡ് ടാർഗറ്റ് പ്ലേസ്ഡ്.
കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ടാർഗറ്റ്സ് മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറയും. മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മോഡിഫൈ ഉണ്ടെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ മെൻഷൻ പറയും, ഇന്ന ടാർഗറ്റാന്ന് പറയും. അപ്പം നിങ്ങളോട് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആ പണ്ട് നേരത്തെ ഇട്ട് വെച്ച ആ ഇമേജിന് ടാർഗറ്റ് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത ടാർഗറ്റ് ഇടുക. ഗെയിം ഓവർ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും ഒരു പാർഷ്യൽ ബുക്കിംഗ് നടത്താൻ പറയും, അല്ലെങ്കിൽ ഇനി അത് സ്റ്റോപ്പിലോട്ട് വരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും സ്റ്റോപ്പ് ലോസ് ഒന്ന് കയറ്റിയിടാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറയും. ട്രേഡ് 100% അവർ കൺട്രോൾ. നമ്മൾ ടീം കൺട്രോൾ ചെയ്യും ട്രേഡ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇന്ന് വർക്ക് ചെയ്തത് 27ാമത്തെ സ്ട്രാറ്റജി, ഇന്ന് വർക്ക് ചെയ്ത് 32ാമത്തെ സ്ട്രാറ്റജി, ഇന്ന് വർക്ക് ചെയ്ത് 18ാമത്തെ സ്ട്രാറ്റജി. നോ 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 ഈ കഥ അവിടെ ഇല്ലേ വൈ? ഇവിടെ നമ്മൾ പറയുന്നത് നമ്പേഴ്സ്, സ്ട്രൈക്ക്, എവറിത്തിങ്, സ്റ്റോപ്പ് ആൻഡ് എവറിത്തിങ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് പഞ്ച് ചെയ്തോളാൻ. അത് നിങ്ങൾക്ക് മുമ്പേ തരുന്നു. അപ്പോൾ സാധാരണ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പറയും 1 മിനിറ്റിൽ 5 മിനിറ്റ്സ്, 1 മിനിറ്റ്, പല മിനിറ്റ്സും പറഞ്ഞിട്ട് ട്രേഡിന് സ്പീഡ് വേണം, ട്രേഡ് എക്സിക്യൂഷൻ സ്പീഡാണ്. ചിലവർ പറയും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാർക്കറ്റ് സ്വിങ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വരെ താഴത്തൊരു വരെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ചാടി എടുക്കണം, സമയം ഉണ്ടാവില്ല, ഭയങ്കര സ്പീഡ്, ഫാസ്റ്റ് എക്സിക്യൂഷൻ. നോ, ഇറ്റ്സ് ഓൾ ഫേക്ക്. ഇതൊന്നും വേണ്ട. ഇറ്റ്സ് സോ സിമ്പിൾ, ഇറ്റ്സ് സോ ഈസി. നിങ്ങളൊരു ഒരു ചായക്കര ഇടുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ വേണം ഒന്നൊരു ടീ ഷോപ്പ് സൈഡിൽ ഇടണമെങ്കിൽ? ഒരു 5 ലക്ഷം രൂപ വേണം ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിടണം അല്ലേ? ആ 5 ലക്ഷത്തിൽ ഒരു 2.5 ലക്ഷം 3 ലക്ഷം മതി ട്രേഡ് ചെയ്യാൻ. സിമ്പിൾ, ഈസി. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല, വി വിൽ മാനേജ് അക്കൗണ്ട്. പ്രശ്നം കഴിഞ്ഞു. നിങ്ങൾ ബാങ്കിലിട്ട് എത്ര റിട്ടേൺ കിട്ടും? അതിന്റെ 3 times റിട്ടേൺ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതിനേക്കാൾ ഒരുപാട് കിട്ടും, വേറെ വിഷയം. ഈ 3 times എക്സ്പെക്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതിനാണത്. എക്സ്പെക്ടേഷൻ കൂടുമ്പോഴല്ലേ ടെൻഷൻ വരുള്ളൂ. എക്സ്പെക്ടേഷൻ കുറച്ച് വെക്കുമ്പോൾ ടെൻഷൻ കുറയും സ്വാഭാവികമായിട്ട്. ഗോട്ട് ദ പോയിന്റ്? ഇനി ബാങ്കിലിട്ടാൽ 3 times കിട്ടുള്ളൂ, അല്ല സോറി, ബാങ്കിനേക്കാളും 3 times നമ്മൾ തരുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം. ഐ വിൽ മേക്ക് 5 times, 10 times, നോട്ട് ബാങ്ക് ക്യാപിറ്റലിന്റെ 2 ലക്ഷം രൂപ എനിക്ക് 25 ലക്ഷം രൂപയാക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. ബേസിക്കലി സെൽഫായിട്ട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയുമോ? എക്സ്പീരിയൻസ് ഉണ്ടോ? മാർക്കറ്റിന്റെ സൈക്കിൾസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എത്ര നാളത്തെ പ്രാക്ടീസ് ഉണ്ട്? സി ഹൗ ഇറ്റ് ഈസ്. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ആ ക്യാപിറ്റൽ മുഴുവൻ വാഷ് ഔട്ട് ആവും. ദാറ്റ്സ് എ റിയാലിറ്റി. അത് എത്ര ഭംഗിയായിട്ട് പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ നമ്മൾ ഈ ക്രൈസിസിലൂടെ കടന്നു പോയപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും മാർക്കറ്റ്സ് കണ്ടിട്ടുണ്ട്, ഇത്രയും സംഗതി ഉണ്ട്, നമ്മൾ വരെ 2 കൈയും കെട്ടിയിട്ടുള്ള അവസ്ഥയില്ലേ, ഇതുമാതിരി ലോക്കായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പൊട്ടൻ്റെ മാതിരി നോക്കിയിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതേ ഞാൻ തന്നെയാണ് ഈ മാർക്കറ്റിൽ കുത്തിയിരുന്നിട്ട് ഇത്രയും സിമ്പിളാണെന്ന് പറയുന്നത്. സോ ആ മീറ്റർ മാറണുണ്ടോ? ആവശ്യം നമ്മുടെ നിർത്തിപ്പോയ പലരുണ്ട് കേട്ടോ. ഇത് നേരെയാവില്ല, അയാൾ കൊണ്ട് പറ്റില്ല എന്നുകൊണ്ട് നിർത്തിപ്പോയ ആളുകളുണ്ട്. എന്നാ ഇത് നേരെ ആവണ വരെ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിന്ന ആളുകളുണ്ട്. നമ്മളുടെ ലോയൽറ്റി എപ്പോഴും ആ നിന്ന ആളുകളുടെ കൂടെയാണ്. നിർത്തിപ്പോയ ആളുകളെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ വേണ്ട രീതിയിൽ റെസ്പെക്ട് ചെയ്യില്ല. അതൊരു സംശയമുണ്ട് കാര്യത്തിൽ. കാരണം നമ്മളൊരു ഫെയിലിയറിൽ, നമ്മളൊരു ഹാർഡ് ടൈംസിൽ നമ്മൾ വിശ്വസിക്കാത്ത ആളുകളാണ് അല്ലേ? നമ്മൾ തള്ളെന്ന് പറഞ്ഞു പോയ ആളുകളാണ്. നമ്മൾ നേരെ സ്വാഭാവിക സമയത്ത് നമുക്ക് അവരോട് കൂടുതൽ എന്താ പറയുക, അത് ആവശ്യമില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്തില്ല എന്ന് തോന്നും, നമ്മൾ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല എന്ന് തോന്നും. കാര്യം നാച്ചുറൽ. പിന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതേ ചിലവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ റിട്ടേൺ എത്ര കിട്ടും, ഏത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ എത്ര കിട്ടും? സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ ട്രയലാണ്. നിങ്ങൾക്ക് 1 വീക്ക് ട്രയൽ നോക്കിക്കോ. ട്രയലിൽ 2ാമത്തെ ദിവസമാണ് പറയുന്നത്. റിട്ടേൺ എത്ര കിട്ടും എന്ന് അറിയണം. പിന്നെ കുറേ ചോദ്യങ്ങളാണ്.
അപ്പൊ ഞാൻ പറയാം, താനൊരു കാര്യം ട്രയൽ നോക്കൂ, ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഡിസൈഡ്. സൗകര്യം ഉണ്ടെങ്കിൽ മതി, നല്ല രൂപത്തിലാണ്. ഏത് എനിക്കെന്തോ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന മാതിരി ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ഫീസ് തരാൻ വേണ്ടി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന മാതിരി സംസാരിക്കുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞു വരരുത് കേട്ടോ, സ്ഥലം തെറ്റിപ്പോവും. കാരണം ഈ പറയുന്നൊക്കെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാ. നിങ്ങൾ ഇവിടെ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയിട്ട് വർത്താനം പറഞ്ഞോ, കുഴപ്പമില്ല, ഇറ്റ്സ് റിയൽ സ്പേസ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ അനാവശ്യം പറഞ്ഞ വേറെ കഥയൊന്നുമില്ല ഇവിടെ. അതിനുശേഷം വന്നിട്ട് കരയാൻ നിൽക്കരുത്, നമ്മൾ എടുക്കില്ല. കാരണം നമ്മൾ ഇമോഷൻലെസ് ആണ്. ഇമോഷൻസ് ഇവിടെ വർക്ക് ചെയ്യില്ലേ. കാരണം നമ്മൾ മാർക്കറ്റിന്റെ മുന്നിൽ ഇരിക്കുന്നത് തന്നെ ഇമോഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രാർത്ഥന, ഡെയിലി പ്രയർ. ഇമോഷൻസ് വരരുത്. ഈ ഇമോഷൻസ് വരരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിന്റെ മുന്നിലിരിക്കുമ്പോൾ ഇമോഷൻസ് ഊരിക്കളയാ. എങ്ങനെ? മാർക്കറ്റിന്റെ മുന്നിലിരിക്കുമ്പോഴുള്ള ഇമോഷൻസ് അതിന്റെ ഫ്യൂസ് ഊരിക്കളയാ. ബാക്കി എല്ലാ ഇമോഷൻസും നമുക്ക് വേണം. അതിവിടെ നടക്കില്ല. ഇമോഷൻസ് കട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാ ഇമോഷൻസും പോവും. നമ്മുടെ മുന്നിൽ ഒരാൾ വിഷമം പറയുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യില്ല. നമുക്കത് ആ എമ്പതിക്കൽ ഫീലിംഗ് ഉണ്ടാവില്ല. ഇമോഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ച ഒരാളെ സംബന്ധിച്ച് ആ ഇമോഷൻസ് അങ്ങോട്ട് പോവും. വേറൊരാളെ ഒരു പ്രശ്നവും നമ്മുടെ തലയിൽ കയറില്ല. ഇമോഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കല്ലാണോ എന്ന്? അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ്. എന്നാലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു സാധനം ചെയ്തു. വാട്ട് എവർ ദ ഔട്ട്കം, വി ആർ റെഡി ടു ഫേസ് ഇറ്റ്. അപ്പൊ ഇമോഷൻ പോവും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇമോഷനായിട്ട് നമുക്ക് കളയാൻ പറ്റില്ല. എല്ലാ ഇമോഷനും പോവും. അപ്പൊ ഇമോഷൻലെസ് ആവും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും മോശം പറയുമ്പോൾ നമ്മളത് എടുത്ത് കളഞ്ഞു കളയും. പിന്നെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇമോഷണലായി സംസാരിക്കും. അത് നമുക്ക് വർക്ക് ചെയ്യില്ല. നമ്മൾ വൺസ് നോ, ഇറ്റ്സ് ഓൾവേസ് നോ. പിന്നെ അവിടെ യെസ് നോ നമ്മളത് ചെയ്യില്ല. അപ്പൊ ഇത് മഹാലക്ഷ്മി ഇരിക്കുന്ന സ്പേസ് ആണ്. ദിസ് മണി സ്പേസ്. മണി സ്പീക്സ്. ഇവിടെ വന്നിട്ട് അനാവശ്യ വർത്താനം പറയാതെ. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന്, സപ്പോർട്ട്സിൽ നിന്ന്. വൺസ് യു എക്സ്പീരിയൻസ്, ഇത്രയും ഗംഭീരമായിട്ടുള്ള സപ്പോർട്ട്സ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ അല്ല. ഓപ്ഷൻസിൽ ഓൾ ഓവർ ഇന്ത്യയിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ മാക്സിമം ഈ ഒരു 5 വിലൻ്റെ ഉള്ളിലുണ്ടാവും. മേ ബി, ഉറപ്പില്ല. അപ്പം അത്രയും ഗംഭീര സാധനമാണ്. അത് വെറുതെ നശിപ്പിക്കരുത്. അപ്പം ട്രയലിൻ്റെ സിസ്റ്റം 1 വീക്ക് ട്രയൽ ഫ്രീ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 മാസം കാണണം. ഓക്കെ, ജസ്റ്റ് പേ 5,000, യൂസ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻറോൾ ചെയ്യണം. 25 is the package and recurring 5. ഈ 5 കുറച്ച് കഴിഞ്ഞാൽ 10 ആവും. പഴയ ആളുകൾക്കല്ല, പുതിയ ആളുകൾക്ക് വരും. ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാപിറ്റൽ ഇൻക്രീസസ്, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസസ്. അതൊക്കെ കൂടും. സൗകര്യം ഉണ്ടെന്നാൽ മതി. നമ്മളെന്താണോ പണ്ടായിരുന്ന മെട്രിക്സ്, സെയിം വെൽക്കം സൂൺ. ഇതിൽ പഴയ ആളുകൾക്ക് ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള, നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്നിട്ടുള്ള, നമ്മളിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഇടിച്ച് ലാൻഡ് ചെയ്യാൻ പോണ സമയത്ത് വി ട്രസ്റ്റ് യു എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. അവർക്ക് നമ്മളൊന്നും പറയില്ല. കാരണം അവർ നമ്മളെല്ലാ സിറ്റുവേഷൻസിലും, നമ്മളെ ഗുഡ് ടൈംസിലും ബാഡ് ടൈംസിലും എന്താ പറയുക, ഫുൾ സപ്പോർട്ട്സ് ഓഫർ ചെയ്ത ആളുകളാണ്. മറ്റാളുകൾ നമ്മളൊന്ന് വീഴാൻ പോയപ്പോൾ ഇത് ശരിയാവില്ല ഭായി, ഇത് നടക്കണ കാര്യമില്ല, ഇത് വർക്ക് ചെയ്യില്ല, ലീവ് ഇറ്റ്. സോ അത് പറയുമ്പോൾ ചിലവർക്ക് അത് ഡൈജസ്റ്റ് ആവില്ല. എനിക്കിത് ബിസിനസ് അല്ല, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ വീഡിയോ ജസ്റ്റ് ടൈം പാസ്. ഇതൊരു പാസിങ് ടൈം വീഡിയോ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, ഇല്ലാത്തവർ ചെയ്യണ്ട. എന്തെന്നെ ആയാലും എനിക്ക് മത്തായി പറഞ്ഞാൽ മതി. കാരണം ഇത്ര നന്നായിട്ട് ലിഫ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് എനിക്ക് നിന്റെ അടുത്ത് കാശ് തരാൻ പറയേണ്ട ആവശ്യമുണ്ടോ മച്ചാനെ? നീ ചിന്തിച്ചു നോക്ക്. വാ, എന്റെ കൂടെ വാ, ജോയിൻ ചെയ്ത് ഞാൻ തന്നെ ശരിയാക്കി തരാം. എന്ത് കാര്യം ഉണ്ടെന്നേ, എന്താ ആവശ്യമുണ്ട് അതിന്റെ? അനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് ഒരു നിർബന്ധമില്ല. ബൈ ബൈ.